ഞാനിന്ന് പ്രൊഡ്യൂസറിൻ്റെ പേസ് കാലിയാക്കിയ ഒരു അപരാധത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കാലി പേസ് ഓഫ് ബില്ലിനേഴ്സ്. നമ്മുടെ ധ്യാൻ ചേട്ടൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. നമ്മുടെ ധ്യാൻ ചേട്ടൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ എല്ലാ ഗേൾസിനും നമ്മുടെ ധ്യാൻ ചേട്ടനോട് ക്രഷാണ്. പിന്നെ ഓഫീസിൽ വേറൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്കാണെങ്കിൽ ഒടുക്കത്തെ ഇഷ്ടമാണ് നമ്മുടെ ധ്യാൻ ചേട്ടനോട്. എന്റെ അപ്പന്റെ കയ്യിൽ നല്ല പൂത്ത കാശുണ്ടെന്ന് പറഞ്ഞ അപ്പൊ എന്നോട് പുച്ഛം. ധ്യാൻ ചേട്ടാ, ഞാനൊരു മന്തി ഉണ്ടാക്കിയതാ, കഴിച്ചോക്കി, നല്ല ടേസ്റ്റാ. എടുത്തോണ്ട് പോയടി. ഞാൻ സുന്ദരനാന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ ഒന്നും ആവരുതട്ടാ. പോയേ ഞാൻ പണിയട്ടെ. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടനോ ജോണ്ണനോ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ട്, ആപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ. ആ കമ്പനിയിൽ എംപ്ലോയി ആയിട്ട് നമ്മുടെ ഇൻ്റർവെല്ലണ്ണനൊക്കെ ഉണ്ട്. നമ്മുടെ ധ്യാൻ ചേട്ടൻ്റെ ഓഫീസിൽ നമ്മുടെ ധ്യാൻ ചേട്ടൻ ഇൻസ്പയർ ആയ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ ആന്റണി പെരുമ്പാവൂരുണ്ട്. കൃഷ്ണേട്ടാ, ഇത്രയും പേരുടെ ഇടയിൽ ഈ ആന്റണി പെരുമ്പാവൂരിന്റെ ഫോട്ടോ വെച്ചേക്കുന്നതിന്റെ ചേതവികാരം എന്താ? ബാക്കി എല്ലാവരും കാശും ഐഡിയാസും ഇൻവെസ്റ്റ് ചെയ്തപ്പോ ആന്റണി പെരുമ്പാവൂര് സത്യസന്ധതയും ആത്മാർത്ഥയും ഇൻവെസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയി. ആത്മാർത്ഥത കൂടിയ കാര്യം നമ്മുടെ ഏട്ടനിപ്പോ എയറിന്ന് താഴേക്ക് വരാൻ പറ്റില്ല. മോനെ, ഏട്ടൻ പൊങ്ങണ കണ്ട, ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ. നമ്മുടെ ധ്യാൻ ചേട്ടൻ ജോലിക്കൊക്കെ പോകണുണ്ടെങ്കിലും 10 പൈസ കിട്ടാത്ത ദരിദ്രവാസിയാണ്. ഓട്ട വന്ന ജെട്ടി പോലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞാനൊരു തോൽവി എന്നും മണ്ണിന് പാരായി, എന്നും തോറ്റ് 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 ലോകത്തോൽവിയായി. തോൽവിയാണ് ജീവിതം, തോൽവിക്കായാണ് ജീവിതം. തോറ്റ് തോറ്റ് ഞാനൊരു ലോകത്തോൽവിയായി. തോക്കാൻ മനസ്സില്ല വിജയ. ധ്യാൻ ചേട്ടൻ ഈ കടമൊക്കെ വീട്ടാൻ വേണ്ടി ഒന്ന് കല്യാണം കഴിക്കും. ധ്യാൻ ചേട്ടൻ ഒരു കോടീശ്വരനാന്ന് പറഞ്ഞൊരു പെണ്ണിനെ പറ്റിച്ചിട്ട് കല്യാണം കഴിക്കും. നമ്മുടെ ധ്യാൻ ചേട്ടൻ കല്യാണം കഴിച്ച കാരണം ഓഫീസിലെ ചേച്ചി വെള്ളടിച്ച് ആകെ വിഷമായി ഗൈസ്. എൻ പ്രണയത്തിൻ സിന്ദൂരം അലവേനെ എന്നെ പിടിയല്ലേ, ഒരു നാളും മറയരുതേ തലയരുതേ. പിന്നെ ധ്യാൻ ചേട്ടൻ കല്യാണം കഴിച്ച പെണ്ണ് ധ്യാൻ ചേട്ടനെ സ്നേഹിച്ച് കൊല്ലും. കോഫി. പിന്നെ വാവ നമ്മുടെ ധ്യാനേട്ടന് പുതിയ കാറൊക്കെ വാങ്ങി കൊടുക്കും. ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങി വിടാത്ത ഏതെങ്കിലും ആരാജകുമാരുണ്ടാവോ? ധ്യാൻ ചേട്ടൻ പിന്നെ ഒരു കടം വാങ്ങിയ ഒരാളുണ്ട്. ആൾക്ക് 10 പൈസ ധ്യാൻ ചേട്ടൻ കൊടുത്തിട്ടില്ല ഇതുവരെ. പലിശ തരില്ല, വിളിച്ച ഫോൺ കൊടുക്കൂല. മൂപ്പര എന്നിട്ട് വാവയുടെ അടുത്ത് പോയിട്ട് പറയും ധ്യാനേട്ടൻ ഉടായിപ്പാന്ന്. ഇത് നിങ്ങൾ അവന്റെ കഥകൾ കേൾക്കണം. അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. ഒന്നും പറയണ്ട, എന്നെ നീ പറ്റിച്ചു. എൻ്റെ വാവേ, നീ അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ പറ്റിച്ചതല്ല, സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാ വാവേ. നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ പൊക്കോ. എന്നോട് പോകാൻ പറയാൻ നീ ആരടി? ഞാൻ നിങ്ങളുടെ വാവാ. എന്നാലും നീ പറയാൻ പാടണ്ട. അത് പറയും ഞാൻ. നിനക്കറിയാത്തൊരു ഭൂതകാലുണ്ട് എനിക്ക്. പണിയിലാണ്ട് തെണ്ടി നടന്നില്ല, എനിക്കറിയാം. മാറിപ്പോടോ. മാസ ഡയലോഗ് പറയാൻ വരുമ്പോ എന്നെ കളിയാക്കുന്നോടി. അവസാനം നമ്മുടെ വാവ ധ്യാനേട്ടനെ ഇടിച്ചു കൂട്ടും. പിന്നെ നമ്മുടെ ധ്യാനേട്ടനെ വീട്ടിൽ നിന്ന് പുറത്താക്കും നമ്മുടെ വാവ. എന്നിട്ട് വാവ വാങ്ങി കൊടുത്ത കാറ് വാവ എടുത്തോണ്ട് പോവും. എന്നിട്ട് വാവ നമ്മുടെ ധ്യാനേട്ടനെ പുറത്തിറക്കി വിടും. And I was only far away. Would I run off the world someday? Nobody knows. Nobody knows. ധ്യാൻ ചേട്ടൻ എന്നിട്ട് മാനസാന്തരം വന്നിട്ട് വീട്ടിലേക്ക് പോവും. വീട്ടിൽ കൃഷി ചെയ്തൊക്കെ ജീവിക്കാൻ. എന്നിട്ട് അപ്പൻ്റെ നോക്ക് കിട്ടും. അച്ഛാ
തന്തയ്ക്ക് നൽകിയ പേര് പറയിക്കാൻ ഉണ്ടായവൻ നീ എന്തുദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നേ? നാണം കെട്ടവൻ. മേലെ പഠിക്കകത്ത് കയറി പോരുത്. നീ വായിങ്ങോട്ട് മേലെ ശബ്ദം കേട്ട് പോരുത്. അങ്ങനെ പടം കഴിഞ്ഞു, അങ്ങനെ കഴിഞ്ഞു, അത്ര തന്നെ, വേറൊന്നുമില്ല.